എനിക്കോ? ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, കണ്ടോ എൻ്റെ കയ്യിൽ ചരടുണ്ട്, ഞാൻ മറ്റേ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, പിന്നെ എങ്ങനെ എനിക്ക് സംഭവിക്കും? പ്രേതാനുഭവമുള്ള സ്ഥലങ്ങളിലോട്ട് ചെന്ന് കയറുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചില രോമാഞ്ചം, ചില ഷിവറിങ്, ചില ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാൻ തുടങ്ങും, ചില നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. നമുക്കൊരു അതുവരെ കയറി വരുന്നത് വരെ നമുക്കൊരു സന്തോഷം ഉണ്ടാവും, അത് കഴിഞ്ഞ് നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. നമുക്ക് എന്തൊക്കെയോ ഭയങ്കര അസ്വസ്ഥത, നമ്മൾ എവിടെ നോക്കിയാലും ഒരു ഇരുട്ട് പോലെ, എന്തോ ഭയങ്കര ഒരു സ്മെല്ലിൻ്റെ വ്യത്യാസം. ആദ്യമൊക്കെ ഞങ്ങൾ കേട്ടുള്ളത് ഇരുമ്പ് കൈ പിടിച്ചാൽ കാട്ടിലൊക്കെ പോകുമ്പോഴേ ഇരുമ്പ് കൈ തന്നു വിടും. ഇരുമ്പ് കൈ പിടിച്ചാൽ കയറൂല നമ്മളെ മേത്തോട്ട് എന്നാ പറയുക. നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ഇന്നുവരെ ചെയ്തിട്ടുണ്ടോ? ഏതൊരു ചെറിയ അനുഭവത്തെയും നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബോധത്തിൽ അതിനെ കാണാനും അനുഭവിക്കാനും സെൻസ് ചെയ്യാനും പറ്റും. ഇതെന്താ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്, ഇതെന്താ എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ തുടങ്ങിയിട്ടുള്ള സജഷൻസ് നമ്മൾ തന്നെ നമ്മുടെ ബ്രെയിൻ ഫയർ ചെയ്തിട്ട് ഇത് കൂടുതലായിട്ട് ഈ വ്യക്തിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങും. പെട്ടെന്ന് ഒരു അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ ദുരന്തങ്ങളോ ഒന്നും സംഭവിക്കില്ല ഒരാൾക്കും, വളരെ പതുക്കെ സംഭവിക്കുള്ളൂ. നമ്മൾ കാണുമ്പോൾ പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നത്, പക്ഷെ അതിന് മുമ്പ് നമസ്കാരം. പോഡ്കാസ്റ്റിൽ ഇന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്, സ്പിരിച്വൽ ഹീലറായ റോജിൻ ബാബാജിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എനിക്ക് കുറേ കാലങ്ങളായിട്ടുള്ളൊരു സംശയമാണ് ഈ പ്രേതബാധ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം എല്ലാവർക്കും ഉള്ള സംശയം തന്നെയാണ്. അപ്പോൾ ഒരു ആൾ ദുർമരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്, ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ്, അവർക്ക് ദുരാത്മാവാകും, അവരുടെ ആത്മാക്കൾ ദുരാത്മാക്കളാക്കും അല്ലെങ്കിൽ പ്രേതമാകും എന്നൊക്കെ. അതിനെക്കുറിച്ചൊന്ന് പറയാം. ശരി. ഈ ദുർമരണപ്പെട്ട എല്ലാ ആത്മാക്കളും പ്രേതബാധയായിട്ട് മാറാറില്ല. പൊതുവെ പലപ്പോഴും പ്രേതബാധയായിട്ട് മാറുന്ന കാറ്റഗറിപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ കൂടിയ അളവിലുള്ള ഉപാസന ശക്തികളുള്ള, അതായത് ദേവി ചൈതന്യത്തെ ഉപാസിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപാസന, ഇനിയിപ്പോൾ പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ബ്ലാക്ക് മാജിക്, വച്ചാരാധന തുടങ്ങിയിട്ടുള്ള കൂടിയ അളവിൽ ഞാൻ പറയുന്നത് നോർമൽ ലെവൽ ചെയ്യുന്ന ആളുകളല്ല, അതിൻ്റെ അടുത്തോ 3-4 ഘട്ടത്തിൽ നിൽക്കുന്ന ഫുൾ ടൈം അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ. പിന്നെ പ്രാണോർജ്ജത്തിൻ്റെ ശക്തി അമിതമായ ശരീരത്തിൽ ഉള്ള മനുഷ്യർ, ഇങ്ങനെയുള്ള ആളുകളിൽ പെട്ട ആളുകളാണ് ദുർമരണം സംഭവിക്കുകയോ അതല്ലെങ്കിൽ അവരുടെ ജീവനോ അവരുടെ ആത്മാവിനോ ഏതെങ്കിലും തരത്തിലുള്ള അവസ്ഥ സംഭവിക്കുക. അതായത് ഇപ്പോൾ ഈ മരണം പോലുള്ള അവസ്ഥകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പ്രാണന് ഭയങ്കര പവറായിരിക്കും. അത് എന്താണോ അവർക്ക് സംഭവിച്ചത് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി അവർക്ക് ആ സമയം അവർക്ക് പറ്റിയില്ല, അപ്പോൾ അതിന് പകരമായിട്ട് അവരെ ആരെങ്കിലും ഒരാൾ കൊന്നുകളയുകയോ അതല്ലെങ്കിൽ അപകടപ്പെടുത്തുകയോ ദ്രോഹിക്കുകയോ ചെയ്തിട്ടായിരിക്കണം അവർ മരിക്കുന്നത്. ആ കർമ്മം ചെയ്യുന്നത് വരെ ആ ശരീരത്തിലുണ്ടായിരുന്ന ആത്മാവ് അവിടെ നിലനിൽക്കുകയും അവരെന്താണോ നമ്മളെല്ലാവരും ഭൂമിയിൽ വന്നതിന് ഒരു ഉദ്ദേശം ഉണ്ടല്ലോ, ആ ഉദ്ദേശം നടക്കുന്നത് വരെ അവരോട് നിൽക്കുകയും അവരിലൂടെ നടന്നില്ലെങ്കിൽ അത് മറ്റൊരു ശരീരത്തിലൂടെ അവരുടെ ആവശ്യങ്ങൾ, ഈ മരിച്ചുപോയവരുടെ ആവശ്യങ്ങൾ അവർ നടത്തിയെടുക്കും. അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. മരിച്ചുപോയ എല്ലാവരും പ്രേതാത്മാക്കളാവില്ല, പക്ഷേ പ്രത്യേക കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അത് പ്രേത ആത്മാവാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു കാറ്റഗറി ഉണ്ട്, അതായത് ഭയങ്കരമായിട്ട് ഈ മരണസമയത്ത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വേദനിക്കുക. ഇത് രണ്ടും എനർജി ഹൈ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പോയിന്റാണ്. ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നതും ഭയങ്കരമായിട്ട് വേദനിക്കുന്നതും. ഈ 2 പോയിന്റിൽ നിൽക്കുന്ന ആളുകൾക്കും ഒരു പക്ഷേ ഇവിടെ നിന്നും തിരിച്ചു പോകാനുള്ളൊരു മടി കാണിക്കാം പൊതുവെ. അങ്ങനെയുള്ള ആളുകൾക്കും ഈ പ്രശ്നം വരാം. നമ്മളൊരു തെറ്റുകാരനെയാണ് എവിടെയെങ്കിലും ദുർമരണം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ പ്രേതബാധ ഉണ്ടാകാം എന്നുള്ളത്. പക്ഷേ ഇതും കൂടി അതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർക്കാം, ഏതെങ്കിലും ഒരു ദുർമരണം സംഭവിച്ച വീടിൻ്റെ അകത്ത് എപ്പോഴും എനർജിയിൽ ഫ്രീക്വൻസിയിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നമ്മൾ ഈ ഹാളിൻ്റെ അകത്ത് ഒരാൾ മരിച്ചിട്ടുണ്ടെന്ന് കരുതുക. ഈ ആൾ മരിക്കുന്നതിന് മുമ്പ് ഈ ആളുടെ ശരീരത്തിലൂടെ കടന്നുപോയ ഇലക്ട്രിസിറ്റി, അതായത് ആ എനർജി പ്രകമ്പനമായിട്ട് ഇവിടെ എപ്പോഴും തളകെട്ടി നിൽക്കും. അതിങ്ങനെ അതിൻ്റെ ഫ്ലോ എപ്പോഴും ഉണ്ടാവും. നമ്മൾ ഈ റൂമിൻ്റെ അകത്തോട്ട് കടന്നു ചെല്ലുന്ന സമയത്ത് നമ്മളിലോട്ട് കടന്നു വരുന്ന സിഗ്നൽസ്, സന്ദേശങ്ങൾ ഭയങ്കര നെഗറ്റീവായിരിക്കും. ഇത് നമുക്കൊരു പ്രേതാനുഭവം പോലെ തോന്നാം. ഇതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സൂയിസൈഡ് പോയിന്റുകൾ കണ്ടല്ലോ നമ്മൾ പല സ്ഥലങ്ങളിലും, അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ സൂയിസൈഡ് പോയിന്റ് ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഫുള്ളും മരണം, യെസ്, അങ്ങോട്ട് ചാടിയാലോ, ചാടി കഴിഞ്ഞ് എന്ത് സംഭവിക്കും, ഈ മരണം എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി
അടിപൊളിയായിരിക്കുമല്ലോ, ഇതിനു മുന്നേ മരിച്ച ആളുകളെല്ലാം ഭയങ്കര എന്തായിരിക്കും, അവരെല്ലാം ഇപ്പോൾ എവിടെയായിരിക്കും, അവരെല്ലാവരും എന്തിനും ഇവിടെ വന്ന് മരിച്ചേ, അപ്പോൾ എന്തൊരു ഭംഗിയാണ്. ആ വന്ന് നിൽക്കുമ്പോൾ തന്നെ ആ സ്ഥലത്തിന് ഭയങ്കര ഭംഗിയായിട്ട് തോന്നും. ഇത് ഭയങ്കര ഡൗൺ ആയ ഒരാളാണ് അവിടെ വന്ന് നിൽക്കണമെങ്കിലോ, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിച്ച് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളാണ് ആ എനർജിയിൽ വന്നത്. ആ എനർജി എന്ന് പറയുന്നത് ഒന്നിലധികം ആളുകൾ ഇതേ ചിന്താഗതി അവിടെ നിന്ന് ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് കടന്നു ചെല്ലുമ്പോൾ നമ്മളിത് ചിന്തിക്കുന്നത്. പക്ഷേ ഇതെല്ലാവർക്കും ചിന്തിക്കാൻ പറ്റില്ല. ഇത് വളരെ കുറച്ച് 100 പേര് പോയിട്ടുണ്ടെങ്കിൽ ഒരു 60% പേർക്ക് മാത്രമേ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ചിന്ത വരുള്ളൂ. ബാക്കി 40% ഇത് ചിന്തിക്കണമെന്നില്ല. അപ്പോൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് കൂടിയ അളവിലുള്ള ചിന്തകൾ സംഭവിക്കുകയോ അതിൻ്റെ ഫ്രീക്വൻസി കൂടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോ എനർജി ഉള്ള ഒരാളോ അല്ലെങ്കിൽ ഈ എനർജീനെ സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ തൊട്ട് മുൻപ് ചിന്തിച്ച ആളുകൾ എന്താണോ ചിന്തിച്ചത് അത് നമ്മളിലോട്ട് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് എനർജിയാണ്, തോട്ട്സ് എനർജിയാണ്. കാരണം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ എനർജിയിലാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത്. ഇലക്ട്രിസിറ്റി പ്ലസ് കെമിക്കൽ. ഈ കെമിക്കലിന് പ്രവർത്തിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമുണ്ട്, ഇലക്ട്രിക്കിൻ്റെ ആവശ്യമുണ്ട്. ഈ ഇലക്ട്രിസിറ്റി ഇനി ഇലക്ട്രിക്കൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ബോധമാണ് നമ്മൾ പറയേണ്ടി വരും. എനർജി നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ എനർജി ഉണ്ട്. ശാസ്ത്രം കാണാത്ത ഒന്നിനെയാണ് എനർജി ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ എനർജി എന്താണെന്ന് പറഞ്ഞാൽ അതൊരു ബോധമാണ്. ബോധം എന്ന് പറയുന്നത് അത് സിഗ്നൽസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിന് പുറത്തുള്ള സിഗ്നൽസിനെ സ്വീകരിക്കാനും നമ്മുടെ ശരീരത്തിൽ ജനറേറ്റ് ചെയ്യുന്ന സിഗ്നൽസിനെ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മളെന്ത് ചിന്തിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ല, ഇതിപ്പോൾ ഞാനീ പറയുന്ന കാര്യം നിങ്ങൾ നെറ്റിലടിച്ച് ചോദിക്കാൻ മതി. നമ്മുടെ തലച്ചോറിന് പുറത്തുള്ള സിഗ്നലുകളെ സ്വീകരിക്കാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ കഴിവുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് പലപ്പോഴും ഈ എനർജിയിൽ വേരിയേഷൻ വരും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂയിസൈഡ് പോയിന്റിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ ഫ്രീക്വൻസി നമ്മളെ ബാധിക്കുകയും ഒരു പക്ഷേ മരണത്തെ ഇഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ ജീവിതത്തിന് എസ്കേപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആ പോയിന്റിലെത്തി സൂയിസൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ മരിച്ച ആളുകൾ അല്ലെങ്കിൽ ദുർമരണം സംഭവിച്ച ആളുകളുടെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ ആ റൂമിലോട്ടോ ചെന്ന് കയറുമ്പോൾ ഇതേ വേരിയേഷൻ അവിടെ കിടന്നടിക്കും. എന്ന് പറഞ്ഞാൽ കൂടിയ അളവിലുള്ള ഒരു അവസ്ഥ, ഒരു എനർജി പ്ലസ് തോട്ട്സ്, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത അവസ്ഥയായിരിക്കും ഒരാൾ മരിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ. ഭയങ്കര പവറായിരിക്കും. മരിക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ലോകത്തിൽ ഒന്നിനും ഭയം ഉണ്ടാവില്ല, ഭയങ്കര ധൈര്യമായിരിക്കും. ആ ധൈര്യം എന്ന് പറയുന്നത് ഭയങ്കര പവറാണ്. ഇതെല്ലാം ആ പോയിന്റിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. ഇതേ അവസ്ഥ തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഈ വളവിൽ പ്രേതമുണ്ട്, അവിടെ ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്, അതിൽ ഇന്ന കുളിക്കടവിൽ ഇന്ന പ്രശ്നം സംഭവിക്കാറുണ്ട് എന്നൊക്കെല്ലാം പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പോ ഒന്നിലധികമോ ആളുകൾ അവിടെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സെയിം പ്രോസസ്സ് അവിടെ സംഭവിക്കും. ആ മരിച്ച ആളുകളുടെ എനർജി ഡെപ്പോസിറ്റിങ് ആ ഏരിയയിൽ, ആ ഒരു ഫ്രീക്വൻസി ഏരിയയിൽ തളം കെട്ടിങ്ങനെ നിൽക്കും. ആരെങ്കിലും ചെന്ന് കയറുന്ന സമയത്ത് ഇതിനെ പ്രേതാനുഭവമായിട്ട് എടുക്കാം. മനസ്സിലാക്കുക, അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ചില വീടുകളിലൊക്കെ ചെന്ന് കയറുന്ന സമയത്ത് ഇപ്പം മുൻപ് പറഞ്ഞതുപോലെ തന്നെ ചിലർക്ക് മനസ്സിലാകും അവിടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ട്, പക്ഷെ അത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഈ മനസ്സിലാവുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രത്യേക കഴിവുണ്ടാകുമോ, അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചുള്ളൊരു ബോധമുള്ളത് കൊണ്ടാണ് അവർക്ക് മനസ്സിലാവുന്നത്? ബോധം, അതാണ് എൻ്റെ ഉത്തരം. എന്താണ് ബോധം? ഒന്നിനെ തിരിച്ചറിയാനുള്ള നമ്മുടെ കപ്പാസിറ്റിയാണ്. ഒന്നിനെ തിരിച്ചറിയാൻ മാത്രമല്ല, ഒന്നിൻ്റെ അളവ് കൂടുതലാണോ കുറവാണോ, അത് എത്രത്തോളം ഡെപ്തിലാണ് നമുക്ക് വരുന്നതെന്ന് തിരിച്ചറിയാനുള്ള ബോധമാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ അനുഭവത്തിനും വേറൊരു കാര്യം ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. അതായത് ഒരാൾ സ്നേഹിക്കുകയാണ്, പക്ഷെ ആ വ്യക്തിക്ക് അത് മനസ്സിലാവുന്നില്ല. നമ്മൾ ഒരുപാട് ആ വ്യക്തിയെ സ്നേഹിക്കുക, പക്ഷെ ആ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഒരുപാട് വ്യക്തിക്ക് വേണ്ടി എഫേർട്ട് എടുക്കുക, മനസ്സിലാവുന്നില്ല. നമ്മൾ ഒരുപാട് വ്യക്തിക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആരോഗ്യം കളയുന്നുണ്ട്, മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ്? ബോധമില്ല. അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്. ഇതേ മാനസികാവസ്ഥയുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതം എന്നതും ഈ സോളുകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. അതുകൊണ്ടാണ് ഞാൻ സ്നേഹം എന്ന ഒരു കാര്യത്തിൽ ഞാൻ അതിനകത്ത് കോട്ട് ചെയ്ത്. സ്നേഹം നമുക്കിപ്പോൾ എല്ലാവർക്കും അത് അനുഭവിക്കാൻ പറ്റണമെന്നില്ല. അത് ലഭിക്കാതെ പോയ മനുഷ്യർക്കായിരിക്കും ഒരു പക്ഷേ അത് കൂടുതൽ സെൻസ് ചെയ്യാൻ പറ്റുക. ഇതുപോലെ തന്നെയാണ് ഇതും. പ്രേതാനുഭവം എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. അത് ബോധത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളും പ്രത്യേകതകളും നിറഞ്ഞ ഒരു അവസ്ഥയാണ് ശരീരത്തിൽ. ഈ അവസ്ഥ എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ മനുഷ്യരും വ്യത്യസ്ത തലത്തിലാണ് നിൽക്കുന്നത്. ഇത് ന്യൂറോൺസ് ഭയങ്കരമായിട്ട് ആക്ടിവേറ്റ് ചെയ്ത ആളുകൾക്കാണ് ഇത് കൂടുതൽ സംഭവിക്കുകയുള്ളൂ. എങ്ങനെയാണ് ന്യൂറോൺസ് നമുക്ക് കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുക? ഒന്നെങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള ന്യൂറോൺസിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്യുക. നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ഇന്നുവരെ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ന്യൂറോൺസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പോഴത്തെ
ശാസ്ത്രീയമായിട്ട് ഒരുപാട് പ്രോസസ്സുകൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പല പല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അവർ IQ ടെസ്റ്റൊക്കെ ചെയ്യുന്ന ഒരുപാട് പ്രോസസ്സുകളുണ്ട്. പക്ഷെ നമ്മളിത് ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ ബ്രെയിൻ എത്ര ശതമാനമാണ് വർക്കിംഗ് എന്ന് നമുക്ക് ഇപ്പോഴും അറിയാമല്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ 5% പ്രവർത്തിച്ചു എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ബാക്കി 95% എന്ത് പറ്റിയെന്നുള്ളത് നമുക്ക് ഭയങ്കര ചോദ്യം നമ്മുടെ മുമ്പിൽ ഇത് തന്നെയാണ്. അപ്പോൾ എന്നാൽ സ്പിരിച്വൽ പ്രോസസ്സുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറോൺസ് ആക്ടിവേറ്റ് ആവും. ന്യൂറോൺസ് സെൻസ് ചെയ്യാൻ തുടങ്ങും. ഏതൊരു ചെറിയ അനുഭവത്തെയും നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബോധത്തിൽ അതിനെ കാണാനും അനുഭവിക്കാനും സെൻസ് ചെയ്യാനും പറ്റും. ഇൻറ്റ്യൂഷൻ നമുക്ക് ഡെവലപ്പ് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എനർജി ഫീൽഡുകളാണ്. നമ്മളായിരിക്കുന്ന എനർജിയിൽ നിന്നും നമ്മുടെ ശരീരം മറ്റൊരു എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ദാറ്റ് മീൻസ് അങ്ങനെ ഒരു സ്ഥലത്തോട്ട് ചെന്ന് കയറുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചില രോമാഞ്ചം, ചില ഷിവറിങ്, ചില ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാൻ തുടങ്ങും. നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. നമുക്കൊരു അതുവരെ കയറി വരുന്നത് വരെ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അത് കഴിഞ്ഞ് നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. നമുക്ക് എന്തൊക്കെയോ ഭയങ്കര അസ്വസ്ഥത, നമ്മൾ എവിടെ നോക്കിയാലും ഒരു ഇരുട്ട് പോലെ, എന്തോ ഭയങ്കര ഒരു സ്മെല്ലിൻ്റെ വ്യത്യാസം. ഇതെല്ലാമാണ് ഈ പ്രേതാനുഭവം ഉള്ള സ്ഥലങ്ങളിലോട്ട് ചെന്ന് കയറുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. ആക്ച്വലി ഇത് അവിടുത്തെ എനർജി, അവിടുത്തെ നെഗറ്റീവ് എനർജിയുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ബോഡിയിൽ നിന്നും പുറത്തു പോകുന്ന എനർജിയുടെ വേരിയേഷനാണ്. ഈ എനർജി നമുക്ക് ഇഷ്ടപ്പെടില്ല. ഈ ഇഷ്ടപ്പെടാതെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ സംതിങ് എന്തോ ഇഷ്യൂ ഉണ്ട് നമുക്ക് തോന്നുന്നത്. എന്നാൽ ഇതിനൊന്നും സെൻസ് ചെയ്യാത്ത ഒരാൾ അതിൻ്റെ അകത്തോട്ട് കയറി ചെന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇറങ്ങിപ്പോരും. ഇപ്പം നമ്മളൊരു മാർക്കറ്റിൻ്റെ അകത്തോട്ട് കയറാം. ചില ആളുകൾക്ക് മാർക്കറ്റിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടില്ല, ആളുകൾ ഇഷ്ടപ്പെടില്ല, സംസാരം ഇഷ്ടപ്പെടില്ല, അവിടുത്തെ അഴുക്ക് കിടക്കുന്ന ഇഷ്ടപ്പെടില്ല, ഇതൊന്നും ഇഷ്ടപ്പെടില്ല. ചില ആളുകൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, അവർക്കൊരു പ്രശ്നമില്ല, അവിടെ സംബന്ധിച്ച് കൺസേൺ ഇല്ല. അപ്പോൾ ഇത് എവിടെയാണ് ഇരിക്കുന്നത്? ഇത് ഓരോ ആളുകളുടെ മാനസികാവസ്ഥയിലാണ് ഈ സാധനം നിൽക്കുന്നത്. അപ്പോൾ പല ആളുകളും പല രീതിയിലാണ്. ഇത് എല്ലാവർക്കും സെൻസ് ചെയ്യാൻ പറ്റണമെന്നില്ല. എന്നാൽ സ്പിരിച്വൽ പ്രോസസ്സുകൾ ചെയ്തു പോകുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് സെൻസ് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയല്ലാത്ത സ്പിരിച്വൽ പ്രോസസ്സുകൾ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ 6th സെൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ചില കാര്യങ്ങൾ, എൻ്റെ അനുഭവമാണ് പറയുന്നത്, നമുക്കൊരു കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ ആർക്കെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ഒരു അപകടം വരാനോ അല്ലെങ്കിൽ മരണമോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റും മീൻസ് എനിക്കങ്ങനെ തോന്നൽ വരികയാണ്. അപ്പം ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇത് സംഭവിക്കുകയാണ്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? അതായത് 2 ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇത് ഗ്രീഷ്മയുടെ ഈ പറയുന്ന ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ. ഈ വേണ്ടപ്പെട്ട ഒരാൾക്ക് സംഭവിക്കാൻ പോകുന്ന അപകടങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഗ്രീഷ്മയ്ക്ക് ഒരു ഇൻഡ്യൂഷനായിട്ട് വരുന്നു. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വർക്കൗട്ട് ആവുന്നുണ്ട്. എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ വർക്കൗട്ട് ആവാനുള്ള കാരണം? ഗ്രീഷ്മയും ഈ വ്യക്തിയും തമ്മിൽ മാനസികമായിട്ട് അടുത്താണ് നിൽക്കുന്നത്. അച്ഛനാവാം, അമ്മയാവാം, സഹോദരനാവാം, ഇത് ആര് വേണമെങ്കിലും ആവാം. നമുക്ക് ഇവരുമായിട്ടൊരു ബോണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുമായിട്ട് നമ്മളൊരു എനർജിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പം ഉദാഹരണം അമ്മയായിട്ട് നമുക്കത് എടുക്കാം. അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അമ്മയിൽ എന്ത് മാറ്റങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? പെട്ടെന്ന് ഒരു അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ ദുരന്തങ്ങളോ ഒന്നും സംഭവിക്കില്ല ഒരാൾക്കും. വളരെ പതുക്കെ സംഭവിക്കുള്ളൂ. നമ്മൾ കാണുമ്പോൾ പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് നമ്മുടെ ശരീരത്തിൽ ചില എനർജിയിൽ വേരിയേഷൻ വന്ന് ചില നെഗറ്റീവായ ഇഷ്യൂസ് നമ്മുടെ ശരീരത്തെ ബാധിച്ച് നമ്മുടെ പ്രൊട്ടക്ഷൻ, ഇപ്പോൾ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ പോലുള്ള പ്രൊട്ടക്ഷൻസ് എല്ലാം ബ്രേക്ക് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഗ്രീഷ്മയെ സംബന്ധിച്ചിട്ട് അമ്മയുടെ എനർജിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ഉണ്ടല്ലോ, ഈ ഡൗൺ ആയി പോകുന്ന അവസ്ഥ ഗ്രീഷ്മ പതുക്കെ സെൻസ് ചെയ്യാൻ തുടങ്ങും. എന്തോ സംതിങ് ഉണ്ട്. അമ്മയുടെ ചില ആക്ഷൻസ്, അമ്മയുടെ ചില സംസാരങ്ങൾ, അമ്മയുടെ ചില ഫോൺ കോളുകൾ, അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നേരത്തെ ഉണ്ടായിരുന്ന സന്തോഷം ഇപ്പം ഇല്ല. അപ്പോൾ തന്നെ ഗ്രീഷ്മ നെഗറ്റീവ് ആവാൻ തുടങ്ങും. ഇത് കൂടുതൽ ഈ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഗ്രീഷ്മ അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഈ പ്രോസസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രീഷ്മയുടെ ബോധം ഇതെന്താണെന്ന് സെൻസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ കൂടിയ അളവിലുള്ള ഊർജ്ജ പ്രവാഹം ഈ വ്യക്തിയിലോട്ട് ഗ്രീഷ്മ ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്യും. എന്തായാലും പുഷ് ചെയ്യും. എങ്ങനെ? കൂടുതൽ വട്ടം ചിന്തിക്കാൻ തുടങ്ങും. ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്? ഇതെന്താ എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം? ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ തുടങ്ങിയിട്ടുള്ള സജഷൻസ് നമ്മൾ തന്നെ നമ്മുടെ ബ്രെയിൻ ഫയർ ചെയ്തിട്ട് ഇത് കൂടുതലായിട്ട് ഈ വ്യക്തിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയും ഗ്രീഷ്മയും തമ്മിലുള്ള ബോണ്ടിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് ഈ വ്യക്തിയുടെ ബോഡിയിൽ നിന്ന് സിഗ്നൽസ് ഗ്രീഷ്മയ്ക്ക് കിട്ടാൻ തുടങ്ങും. നമ്മൾ ടെലിപ്പതി എന്ന് പറയില്ലേ, ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ടെലിപ്പതി സംഭവിക്കണമെന്നുണ്ടെങ്കിൽ 2 വ്യക്തികൾ തമ്മിൽ അത്രത്തോളം മാനസികമായിട്ടും എനർജി ലെവലും കണക്റ്റഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് ഈ സന്ദേശങ്ങൾ കൈമാറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ സന്ദേശം കൈമാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മൊബൈലിലോട്ട് വരുന്ന സിഗ്നൽസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒരു മൊബൈൽ ടവറിൽ നിന്ന് നമ്മുടെ ഫോണിലോട്ട് വരുന്ന സിഗ്നൽസിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ സിഗ്നൽസിനെ കാണാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിലുള്ള സിഗ്നൽസിനെ നമുക്ക് കാണാൻ പറ്റില്ല.
ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് നമുക്ക് അറിയാലോ എന്താണ് മൊബൈൽ ഫോണിൻ്റെ കാര്യം. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ബോഡിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെല്ലാം ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്ക് സെൻസ് ചെയ്യാൻ പറ്റും, എന്നാൽ വേറെ ആർക്കും ഇത് സെൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് എന്താ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോസസ്സിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി നമ്മൾ സ്പിരിച്വലായിട്ട് നമ്മൾ ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ ഇതെന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് അവരോട് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇനി ഇത് നെഗറ്റീവായ കാര്യമാണ്. ഈ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്ന ആളുകളുണ്ട്. അതായത് ഏതൊരു വ്യക്തിനെ പറ്റിയിട്ട് നെഗറ്റീവ് മാത്രമേ അവർ ചിന്തിക്കുള്ളൂ, അത് അങ്ങനെ സംഭവിക്കുകയും ചെയ്യും. അത് വേറൊരു കാറ്റഗറിയാണ്. ഇപ്പം ചില പ്രായമായ എനിക്ക് വരുന്നത് മുഴുവൻ അങ്ങനത്തെ ഇപ്പോൾ വേണ്ടപ്പെട്ടവരെയല്ല, നമ്മൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ ഒരാളെ അവർക്ക് എന്തെങ്കിലും ഒരു അപകടം വരുന്ന സാധനങ്ങളാണ് എനിക്ക് കൂടുതലും തോന്നുന്നത്. അങ്ങനത്തെ ഒരു തോട്ട് വരുന്നത്. അല്ല ഇപ്പോൾ റോട്ടിൽ കൂടെ പോകുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അടുത്തുള്ള ഒരാളാണെങ്കിലും ഇതേപോലെ അപകടങ്ങൾ മാത്രമാണ് വരുന്നത് എൻ്റെ മനസ്സിലോട്ട്. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. കുറച്ച് നമ്മുടെ മാനസികാവസ്ഥയുമായിട്ട് ഇതിനകത്ത് ബന്ധമുണ്ട്. ഇതൊന്ന് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിയർ ഇതിൽ കണക്റ്റ് ആവും. നമ്മളെന്തെങ്കിലും ഫിയറോ ഭയോ എന്തെങ്കിലും തരത്തിലുള്ള ആളുകളാണെങ്കിലും അത് ചില നമ്മുടെ ലൈഫിലൂടെ കടന്നു പോയ ചില ഇൻസിഡൻറ്റുകൾ നമ്മൾ ഇതിനടുത്ത് കണക്ട് ചെയ്യാം. എല്ലാം അങ്ങനെ ആയിരിക്കണം എന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. അതുപോലെ തന്നെയാണ് ഈ എൻ്റെ ഒരു ചെറുപ്പത്തിൽ ഒരു അടുത്ത വീട്ടിൽ ഒരു ആളുകൾക്ക് ഈ പ്രേതബാധ എന്ന് പറയുന്നൊരു സംഭവം ഞങ്ങളുടെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് അവർ ആ മരിച്ചുപോയ ആളുകൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു, പെരുമാറുന്നു. അങ്ങനെയൊക്കെ ശരിക്കും ഉള്ളത് തന്നെയാണോ? അന്ന് ചെറിയ പ്രായമാണ്, എന്നിട്ട് ബാധയെ തളച്ചു എന്നൊക്കെ ഞങ്ങൾക്ക് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ശരിക്കും ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടോ? നല്ല ക്വസ്റ്റ്യനാണ്. ഒരു പക്ഷേ ആളുകൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, ഇപ്പോഴും സംശയങ്ങൾ നിൽക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. എല്ലാ മതങ്ങളും എല്ലാ റിലീജിയൻസും ഈ പ്രേതം, പിശാശ്, ജിന്ന് എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ട് എപ്പോഴും ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇത് അങ്ങനെ തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ അനുഭവം ഉണ്ടല്ലോ, പ്രേതബാധ എന്ന് പറയുന്നത് പലപ്പോഴും 90% മാനസിക പ്രശ്നങ്ങളാണ്. അതായത് സ്പിരിച്വൽ ഫിയർ എന്ന് പറയും നമ്മളതിന്. ഈ സ്പിരിച്വൽ ഫിയർ വന്നു കഴിഞ്ഞാൽ സ്പിരിച്വൽ പ്രോസസ്സുകൾ ചെയ്താൽ മാത്രമാണ് ഇത് മാറുള്ളൂ എന്ന് ഇവർ ബിലീവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സംഭവിക്കുമ്പോൾ സ്പിരിച്വൽ പ്രോസസ്സിലൂടെയാണ് ഇവരെ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പൂജകൾ, ഹോമങ്ങൾ, ആവാഹനം, ആണിയടി, മറ്റു പല കാര്യങ്ങളും ഇവരുടെ മുന്നിലിരുത്തി നടത്തി ചിലപ്പോൾ ചൂരലിന് 2 അടിയും കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിൽ നിന്ന് ഈ സാധനം പോയി എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഇവരിത് റിലീസായിട്ട് ഇവർ നോർമലായിട്ടിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതം എന്ന് പറയുന്നത് ഇവരുടെ മാനസികാവസ്ഥയിലാണ് ഇവർ ക്രിയേറ്റ് ആവുന്നത്. പല രീതിയിലും പ്രേതബാധ പല ആളുകളും ശരീരത്തിൽ കാണിക്കാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു മോശം സ്വഭാവമുള്ളൊരു സ്ത്രീ ഉണ്ടെന്ന് കരുതുക. ഈ സ്ത്രീക്ക് എല്ലാവരുടെ അടുത്ത് നെഗറ്റീവായി, ഭയങ്കര പ്രശ്നങ്ങളായി, സ്ത്രീനെ ആരും സ്നേഹിക്കുന്നില്ല, ഒന്നുമില്ല. വളരെ ഈസി ആയിട്ടൊരു മെത്തേഡാണ് എൻ്റെ ശരീരത്തിൽ പ്രേതബാധ ഉണ്ടെന്ന് പറഞ്ഞ് ആളുകൾ വിശ്വസിപ്പിക്കുക. അവിടെ തെളിവില്ല. അങ്ങനെ സംഭവിച്ചാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയാവാൻ തുടങ്ങും. നമ്മൾ കൂടുതൽ ആ വീട്ടിലെ ആൾക്ക് അറ്റൻഷൻ കൊടുക്കാൻ തുടങ്ങും. ഈ ആൾ നമ്മൾ കൂടുതലായിട്ട് കെയർ ചെയ്യും. അപ്പോൾ ഈ കെയറും അറ്റൻഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പല സ്ത്രീകളും പല പുരുഷന്മാരും എൻ്റെ ശരീരത്തിൽ പ്രേതബാധ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങ് പ്രഖ്യാപിച്ചളയും. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ വ്യക്തിൻ്റെ അടുത്തുള്ള അമ്പലങ്ങളും പള്ളികളെല്ലാം കൊടുക്കും. ഈ വ്യക്തിക്ക് അറിയാം, ഈ വ്യക്തിക്ക് ഒന്നുമില്ലാന്ന്. പക്ഷേ നമുക്കിത് എങ്ങനെ മാറ്റാൻ പറ്റും? ഇവിടെയാണ് ഒരു അപകടം. നമുക്കൊരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ കുറേ നാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയോ അതുപോലെ ആക്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നം നമ്മുടെ ബിഹേവിയറായിട്ട് മാറും. പ്രേതബാധ എന്ന് പറയുന്ന ആ അവസ്ഥയുണ്ടല്ലോ, അഗ്രസീവ് ആവുക, തെറി പറയുക, ഇറങ്ങി ഓടുക, തലയിൽ കുങ്കുമം ഭസ്മകൃതി വീശുക, ഈ പരിപാടികളെല്ലാം ഇവർ സ്ഥിരമായി കാണിക്കും. കുറേ നാളുകൾ കഴിയുമ്പോൾ ഇവർ തന്നെ വിശ്വസിക്കുകയും ആ മരിച്ചു പോയ ആൾ ഞാനാണെന്ന്. പിന്നെ ഇവർ ഇതിൽ നിന്ന് റിലീസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ നമുക്ക് ഇതിനകത്ത് മരുന്നൊന്നും കഴിച്ചവർ മാറില്ല, കാരണം അത് ഇവർ അറിഞ്ഞുകൊണ്ട് വരുത്തി വെച്ചിരിക്കുന്ന. ഇത് ഒരു കാറ്റഗറി. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞത് പേടി തട്ടുന്ന ആളുകളുണ്ട്. ഒരു മരണ വീട്ടിൽ പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ മരിച്ചു കിടക്കുന്നത് കാണുകയോ പെട്ടെന്നൊരു പ്രേത സിനിമകൾ കണ്ടിട്ട് ഒരു നിഴൽ പോലെ കാണുകയോ. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഒരു കാര്യത്തെ പേടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൂടുതൽ സിഗ്നൽസ് ഈ വിഷയത്തെപ്പറ്റി, പ്രേതത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ തോട്ട്സ് നമ്മുടെ ബ്രെയിനിലോട്ട് നമ്മൾ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ബ്രെയിനിലോട്ട് കൂടിയ അളവിൽ തോട്ട്സുകൾ നമ്മൾ പമ്പ് ചെയ്താൽ ബ്രെയിൻ അടുത്ത ചെയ്യാൻ പോകുന്നൊരു പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ഇല്യൂഷൻ, ഹാലൂസിനേഷൻ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും ബ്രെയിൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോഹൻലാലിനെ ഇവിടെ കാണണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് കൂടുതൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ സ്വപ്നത്തിലോ അതല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഒരു പബ്ലിക് ഏരിയയിൽ നമ്മൾ കണ്ട പോലെ നമുക്ക് തോന്നാൻ തുടങ്ങും. ഈ കണ്ട പോലെ തോന്നുന്നത് കണ്ടു എന്ന് പറഞ്ഞ് ഇവരങ്ങ് വിശ്വസിക്കാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? ഫിയറിൽ നിന്നും അതിൻ്റെ കൂടിയ ആളുകളുടെ തോട്ട്സിൽ നിന്നും പ്രേതങ്ങളെ നമ്മുടെ ബ്രെയിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞത് ഈ സൈക്കോളജിക്കൽ കണ്ടീഷനാണ്. ഇതിൻ്റെ റിയാലിറ്റി ഉണ്ട്. ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. പ്രേതം എന്ന് പറയുന്നതും ആത്മാക്കൾ എന്ന് പറയുന്നതും മറ്റൊരു ബോഡീനെ കൺട്രോൾ ചെയ്യാനും ആ ശരീരത്തെ നിയന്ത്രിക്കാനും കഴിവുള്ള ഒരു അൾട്ടിമേറ്റ് പവറാണ്. പ്രേതം എന്താണെന്ന് വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശരീരമില്ലാത്ത ഉയർന്ന തലത്തിൽ ബോധമുള്ള ഒരു ആത്മാവിനെയാണ് നമ്മൾ പ്രേതം എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന് ഇപ്പോൾ നമുക്കറിയാലോ, ഒരു സോൾ എന്ന് പറയുന്നത്, ആത്മാവ് എന്ന് പറയുന്നത് അതീന്ദ്രിയമായ കാര്യങ്ങൾ ചെയ്യാൻ പവറുള്ള കഴിവുള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ ആത്മാവെന്ന് വിളിക്കുന്നത് ആണല്ലോ. കാരണം ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്, അതിലൂടെ കടന്നു വരുന്നതാണ്, ഇത് പ്രാണോർജ്ജമായി ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഈ ആത്മാവ് ഒരിക്കൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകും. ഇതിനെയാണ് നമ്മൾ മരണം എന്ന് വിളിക്കുന്നത്. ഇത്രയും കഴിവുള്ളൊരു ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ടും നമുക്ക് എന്തുകൊണ്ട് ആ കഴിവ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല? അതെന്താ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തടസ്സമായിട്ട് നിൽക്കുന്ന നമ്മുടെ ശരീരമുള്ളത് കൊണ്ട് ഈ ഭൂമിയിൽ ചില നിയമങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിന് ചെയ്യാനും പ്രവർത്തിക്കാനും നടക്കാനും പറ്റുന്ന നിയമങ്ങളുണ്ട്. ഈ ശരീരം കൊണ്ട് നടന്നാൽ അത് പരിമിതികളിലാണ് നിൽക്കുന്നത്. എന്നാണോ ഈ ശരീരം വിട്ടുപോകുന്നത് അന്ന് നമ്മുടെ സോള് റിലീസാവും. അത് അൾട്ടിമേറ്റ് എന്ത് പവറിലാണോ നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്, എന്ത് പവറിലാണോ നിൽക്കുന്നത് അതേ പവറിലോട്ട് ഇത് കൺവേർട്ടാവും. പ്രേതം എന്ന് പറയുന്നത് ഉയർന്ന തലത്തിൽ ബോധമുള്ള എനർജിയുടെ ഫോമിനെയാണ് നമ്മൾ പ്രേതം എന്ന് വിളിക്കുന്നത്. ഈ പ്രേതത്തിന് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. ഇപ്പം നമ്മൾ പല പള്ളികളുടെ മുന്നിലും പുണ്യാളന്മാരിരിക്കുന്ന കണ്ടിട്ടില്ലേ? ഇവരെല്ലാവരും മരിച്ചുപോയ ആത്മാക്കളാണ്. അങ്ങനെയെങ്കിൽ അതിനെങ്ങനെ നമുക്ക് പറ്റുക? മരിച്ചുപോയ ആത്മാക്കളോട് പ്രാർത്ഥിക്കാന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പല സിദ്ധന്മാരും പല ഗുരുക്കന്മാരും മരിച്ചുപോയവർ പ്രേതമാണെങ്കിൽ അങ്ങനെ ഇവരിരിക്കുന്നതെല്ലാം പ്രേതമല്ലേ? അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന കാറ്റഗറിയുള്ള ആളുകൾ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. എനർജി ഒന്നേ ഉള്ളൂ. ആ എനർജിയിലോട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നതാണ് അവിടെ വർക്കൗട്ടാകാൻ തുടങ്ങുന്നത്. അതായത് ഒരു എനർജി, ആ എനർജിയിലോട്ട് എനിക്ക് വേണ്ടി നല്ലതും കൊടുക്കാം, ആ എനർജിയിലോട്ട് എനിക്ക് വേണ്ടി വളരെ മോശമായിട്ടുള്ളതും കൊടുക്കാം. ഇതാണ് പൊതുവെ സംഭവിക്കുന്നത്. അപ്പോൾ ചോദിക്കുന്നതേ, ഇപ്പോൾ ഒരാളുടെ മേത്ത് പ്രേതബാധ കൂടിയെന്നിരിക്കട്ടെ, അപ്പോൾ ലൈഫ് ലോങ് നമ്മുടെ ഒപ്പം നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, നമ്മളെ കൂട്ടത്തിൽ ഒരാളിങ്ങനെ സഞ്ചരിക്കുകയാണ്, അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമോ? അതായത് എൻ്റെ ഒരു അനുഭവത്തിൽ ഏകദേശം ഒരു 60-70% മനുഷ്യർക്കും പൊസഷൻ കണ്ടീഷൻ കാണുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആത്മാക്കളുമായിട്ട് ഇവർ ബന്ധപ്പെട്ടാണ് പകുതി മനുഷ്യരെ നിൽക്കുന്നത്. അവരെ സഹായിക്കുന്നുണ്ട്, അവരോട് കൃത്യമായി കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നുണ്ട്, അവരെ ഒരുപാട് കാര്യങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുന്ന തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ശരിക്കും നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. ഈശ്വരൻ എന്ന് വിളിക്കുന്നത് നമ്മൾ ആ കാറ്റഗറിയിലോട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടി വരും. ഇത് പോസിറ്റീവാണ് നെഗറ്റീവാണ് നമുക്ക് പിന്നീട് കണ്ടെത്താൻ പറ്റില്ല. ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പത്തിലൂടെ വന്ന ഒരു നെഗറ്റീവായൊരു സോള് ഞാൻ ഈശ്വരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല എന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു തെളിവുമില്ല. ആണ് എന്ന് വിശ്വസിക്കാൻ തന്നെ നമുക്ക് വേറെ ഒന്നുമില്ല. ഒരു രൂപം എടുത്താൽ, ഇപ്പോൾ ഒരു ശിവൻ്റെ രൂപം എടുത്തിട്ട് ഒരു നെഗറ്റീവായ സോൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടാൽ നമ്മൾ എങ്ങനെ പറയുന്നതല്ല എന്ന്, നമ്മളെങ്ങനെ പറയുന്നതാണെന്ന്? അപ്പോൾ രൂപത്തിലാണ് നമ്മൾ ആ കണ്ട പർട്ടിക്കുലർ രൂപത്തിലാണ് നമ്മളത് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. പല ആളുകളുടെ കൂടെയും ഇത്തരത്തിലുള്ള നെഗറ്റീവ് സോൾ പ്രസൻസ് ഉണ്ട്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. തോന്നലുകളും ഭയവും എല്ലാം മാറ്റി നിർത്തൂ. ഞാൻ റിയൽ ആയിട്ടുള്ള ഇൻസിഡൻറ്റുകളാണ് പറയുന്നത്. ഒന്ന്, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, ഏറ്റവും കണക്റ്റഡായ ആരെങ്കിലും ഒരാൾ ദുർമരണപ്പെട്ട് ആ ആത്മാവ് പ്രേതബാധയായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ സോള് ജീവിച്ചിരുന്ന സമയത്ത് ഏത് മനുഷ്യരുമായിട്ടാണോ കണക്റ്റായി കൊണ്ടിരുന്നത് ആ മനുഷ്യരുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കും. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയ അളവിൽ അവൻ്റെ ഇമോഷൻസും അവൻ്റെ ഓർമ്മകളും അവൻ്റെ ചിന്തകളും ഈ മനുഷ്യലോട്ട് ഫയർ ചെയ്യാൻ തുടങ്ങും. നമുക്കൊരാൾ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ എത്ര നാൾ നമ്മൾ കരയും? കൂടിപ്പോയാൽ എത്ര നാൾ നമ്മൾ സങ്കടപ്പെട്ടെടുക്കും? കുറച്ച് നാൾ നടക്കുള്ളൂ. പക്ഷെ ചില ആളുകൾ അങ്ങനെയല്ല. നിരന്തരം ആ മരണത്തെ ഓർത്ത് ചിന്തിക്കാനും കരയാനും വിഷമിക്കാനും വന്ന് അവസാനം ഈ വ്യക്തിക്ക് തോന്നും ഈ ആളെ എങ്ങനെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ സോളുമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ബന്ധപ്പെടണം. അപ്പോൾ സ്പിരിച്വലായിട്ടുള്ള പ്രോസസ്സുകളോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പ്രോസസ്സുകളോ ചെയ്യാൻ തുടങ്ങും. ഇത് ചെയ്യിപ്പിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ സോള് ഇവനുമായിട്ട് കണക്റ്റ് ആവാൻ തുടങ്ങും. കണക്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പതുക്കെ ഈ വ്യക്തിയുടെ ചുറ്റും നിൽക്കുന്ന ബന്ധങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കും. ഇമോഷൻസിനെ മുഴുവനും ചേഞ്ച് ചെയ്യും. ആളുകൾ മുഴുവനും എന്നെ വേദനിപ്പിക്കുകയാണ്, എന്നെ പറ്റിക്കുകയാണ്, എന്നെ ചതിക്കുകയാണെന്നുള്ള ചിന്തയിലോട്ട് കൊണ്ടുപോകും. അച്ഛനും അമ്മയും സഹോദരങ്ങളും ഭാര്യയും ഭർത്താവായിട്ട് എല്ലാ ബന്ധങ്ങളും ഇവർ മാറ്റിയിട്ട് ഇവരേതെങ്കിലും ഒരു മുറിയുടെ അകത്തോ രാത്രി സമയങ്ങളിൽ ഏതെങ്കിലും മരച്ചോട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുളത്തിൻ്റെയോ പുഴയുടെ തീരത്തോ വെറുതെ ഇങ്ങനെ പോയിരിക്കും. അപ്പോൾ ഇവർക്കത് അറിയില്ല ഇവരെന്തിനാണ് പോയിരിക്കുന്നത്. ഇത് പ്രേതബാധ കൂടിയ ആളുകളുടെ ലക്ഷണമോ? ഓക്കെ, നമ്മളെല്ലാവരും ഇങ്ങനെ പോയിരിക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കരുത്. നമ്മളിങ്ങനെയൊക്കെ റൂമിലിരിക്കാറുണ്ട്, ടെറസിന് മുകളിൽ കയറിയിരിക്കാണ്ട് പുഴയുടെ തീരത്ത് പോയിരിക്കാറുണ്ട്. അതിനെ പറ്റിയിട്ടല്ല പറയുന്നത്.
ഇത് നിരന്തരം വർഷങ്ങളായിട്ട് ഈ ഒരു പ്രോസസ്സ് ഇവരാരോടോ സംസാരിക്കുന്നുണ്ട്. ഇവർ രാത്രിക്ക് ഇരുന്നിട്ട് ഇവരുടെ വിഷമങ്ങൾ പറയുന്നു. അപ്പോൾ അവിടെ നിന്ന് ആരോട് ഈ സംസാരിക്കുക എന്ന് പറയുന്നത് ലിറ്ററലി നമ്മൾ സംസാരിക്കുന്ന പോലെയല്ല. നമ്മൾ നമ്മുടെ ഉള്ളിലൊരു കാര്യം ചിന്തിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിലോട്ട് അതിൻ്റെ ഉത്തരം വരും. നമ്മളൊരു കാര്യം ചിന്തിക്കും, അപ്പോൾ തന്നെ അതിൻ്റെ ഉത്തരം വരും. അവിടെ നമ്മൾ ചിന്തിക്കും അവൻ നല്ലവനാണോ, അപ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിലോട്ട് വരും അവൻ നല്ലവനല്ല, അവൻ ഭയങ്കര മോശപ്പെട്ടവനോ. ശരി, ഇന്നയാൾ നല്ലതാണോ, ഇന്നയാൾ നല്ലതാണ്. ഇതാരെയും പറയുന്നത്? അപ്പം നമ്മളെ എവിടെയോ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട്, അതായത് മാനിപ്പുലേഷൻ നടത്തുന്നുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ മുഴുവൻ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും കൺവേർട്ടായത് മാറും. അവസാനം പറയും എനിക്ക് നിങ്ങളാരും എന്നെ സ്നേഹിക്കുന്നില്ല, നിങ്ങളാരും എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ മാത്രമേ എനിക്കുള്ളൂ എന്നുള്ളൊരു പോയിന്റിലോട്ട് എത്തും. ഈ ഞാൻ മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ബാധയുടെ കൺട്രോളിലാണ് നിൽക്കുന്നത്. ഈ ബാധയാണ് ഇവനെ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവൻ വിചാരിക്കും, അപ്പം നമ്മൾ പറയാണ് എടാ നിനക്കൊരു പൊസഷൻ കണ്ടീഷൻ കാണുന്നുണ്ട്, നിനക്കൊരു നെഗറ്റീവ് എനർജി ഇഷ്യൂ കാണുന്നുണ്ട്. അപ്പം പറയും എനിക്കോ, ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, കണ്ടോ എൻ്റെ കയ്യിൽ ചരടുണ്ട്, ഞാൻ മറ്റേ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, പിന്നെ എങ്ങനെ എനിക്ക് സംഭവിക്കും? സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്തെന്ന് കരുതി ബാധയൊന്നും പോകുന്നില്ല. നമ്മൾ കേട്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ. അതായത് ഇപ്പോൾ ബാധ കൂടിയ ഒരാളെ അമ്പലത്തിൽ കൊണ്ടുപോയി നടയിലിരുത്തുന്നു, അല്ലെങ്കിൽ പിന്നെ പള്ളിയിലച്ഛൻ വന്ന് തലയിൽ വെള്ളം ഒഴിക്കുന്നു, ഉസ്താദ് വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ അമ്പലത്തിൽ പോയതുകൊണ്ട്, അല്ലെങ്കിൽ ആദ്യമൊക്കെ ഞങ്ങൾ കേട്ടുള്ളത് ഇരുമ്പ് കൈ പിടിച്ച കാട്ടിലൊക്കെ പോകുമ്പോഴേ ഇരുമ്പ് കൈ തന്നുവിടും. ഇരുമ്പ് കൈ പിടിച്ചാൽ കയറൂല നമ്മളെ മേത്തോട്ട് എന്നാ പറയുക. അങ്ങനെയൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുള്ളൊരു വിശ്വാസം. അപ്പോൾ അങ്ങനെ ഒക്കെ കഴിച്ചാൽ പോരെ അല്ല, ഈ കത്തിയൊക്കെ തന്നുവിടുക. അപ്പോൾ പുല്ലെത്താനൊക്കെ പോകുമ്പോൾ കാട്ടിൽ പോകുന്ന കാടുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ പ്രേതബാധ കൂടി കഴിയുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത് മൊത്തത്തിൽ. അപ്പോൾ ആ വ്യക്തി പറയും നിനക്ക് പൊസഷനാണ്, അല്ലെങ്കിൽ പൊസഷൻ കണ്ടീഷനാണ്, അല്ലെങ്കിൽ പ്രേതബാധ ഉണ്ടെന്ന് പറഞ്ഞ് വ്യക്തി വിശ്വസിക്കില്ല. ഈ വ്യക്തി നമ്മോട് തർക്കിക്കും. കാരണം എന്താ, ഞാൻ പഠിക്കുന്നുണ്ട്, എനിക്ക് മാർക്ക് കിട്ടി, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ഞാൻ അവിടെ ജോലി നന്നായി ചെയ്യുന്നുണ്ട്, എനിക്ക് എന്താണോ ആഗ്രഹം, എനിക്ക് ആഗ്രഹങ്ങളെല്ലാം കിട്ടുന്നുണ്ട്, അപ്പോൾ എൻ്റെ കൂടെ ദൈവമുണ്ട്, അത് ഞാൻ ദൈവത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ആ കാര്യം കിട്ടും. ഇത് ആരും നടത്തി കൊടുക്കുന്നത്? കൂടെ ഒരു പ്രേതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സോളിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. ബിലീവിങ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. ഇതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത് മോളുടെ കൂടെ ഒരു കൂട്ടുകാരൻ വരാണ്, ഒരു ഫ്രണ്ട് വരാണ്, അവൻ ഭയങ്കര നെഗറ്റീവാണ്, അവൻ നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്ന ആളാണ്. അവൻ്റെ മനസ്സിൽ മൊത്തം അതാണ്. അവൻ ആദ്യം എടുക്കുന്നത് എന്തായിരിക്കും? ഉപദ്രവിക്കായിരിക്കും ചെയ്യുന്നത്, ചതിക്കായിരിക്കും ചെയ്യുന്നത്? അല്ല, വിശ്വാസം നേടിയെടുക്കും. ഫസ്റ്റ് എങ്ങനെ വിശ്വാസം നേടിയെടുക്കും? മോൾക്ക് എന്താണോ വേണ്ടത്, എവിടെയാണോ പോരായ്മ, എന്താണോ ആവശ്യം, ഏത് സൈഡിലാണ് ഇമോഷൻ ഡാമേജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിക്കും. പഠിച്ചതിന് ശേഷം എവിടെയാണ് ഹെൽപ്പ് വേണ്ടത്, എല്ലാവരും എവിടെയാണ് ഹെൽപ്പ് തരാത്തത്, ആ പോയിന്റിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. പൈസ കടം തരാൻ തുടങ്ങും, സഹായങ്ങൾ നടത്തി തുടങ്ങും. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ബിലീവിങ് സിസ്റ്റം മുഴുവൻ ആ വ്യക്തിയിലോട്ട് വിശ്വസിച്ചു. ഇനി ആ വ്യക്തിനെ പറ്റി വേറെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? നമ്മുടെ അനുഭവം വളരെ പോസിറ്റീവാണ്. കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും ഇവൻ്റെ തനി സ്വഭാവം പുറത്തു വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശ്വാസം നേടിയെടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൊന്നാലും നമുക്കത് സ്നേഹമായിട്ട് ഫീൽ ചെയ്യും, നമ്മളെ തല്ലിയാലും നമുക്ക് സ്നേഹമായിട്ട് ഫീൽ ചെയ്യും. എത്രയോ മനുഷ്യരുണ്ട്, എന്നെ പണ്ട് അവൻ സ്നേഹിച്ചുകൊണ്ടിരുന്നതാണ്, എന്നെ പണ്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പം എന്നെ അടിക്കാറുണ്ട്. അതിനെ അടിക്കുന്നത്? അടിച്ച് സ്നേഹിക്കുക, ഉപദ്രവിച്ച് സ്നേഹിക്കുക എന്ന് പറയുന്നത് ഇത് രണ്ടും മനുഷ്യന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്റ്റേജാണ്. ഉപദ്രവിക്കുന്നുണ്ട് പക്ഷേ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ എല്ലാ ചീത്ത പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഭക്ഷണം വാങ്ങിച്ചിരുന്നുണ്ട്. ഇത് രണ്ട് എക്സ്ട്രീമിലും ചെയ്യും. ഇത് തന്നെയാണ് ഇപ്പം ഞാൻ മനുഷ്യരുടെ കാര്യത്തിലാണ് പറഞ്ഞത്, ഇത് തന്നെയാണ് ബാധാദോഷത്തിലും വരുന്നത്. നിങ്ങൾ സഹായിക്കുന്നുണ്ട്, നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്നതാണ്. ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ തിരിയാൻ തുടങ്ങും. പക്ഷേ നിങ്ങളുടെ കൂടെ ഒരാളെ കൊണ്ട് ഇരുത്തുകയോ നിങ്ങളുടെ സൗഹൃദങ്ങളിൽ നിന്ന് നിങ്ങൾ മൊത്തം നെഗറ്റീവായിരിക്കും. ഒരു ഏരിയയിലോട്ട് ചെന്ന് കയറുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നും, നിങ്ങൾ ഭയങ്കര അഗ്രസീവായിട്ട് തോന്നും, നിങ്ങളൊരാൾക്ക് ഇഷ്ടപ്പെടില്ല, നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ബ്ലോക്ക് ചെയ്യപ്പെടും. എന്നാൽ നിങ്ങളോട് പറയും അമ്പലത്തിൽ പൊക്കോ, പള്ളിയിൽ പൊക്കോ, പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറയും. ഈ മാനിപ്പുലേഷൻ കണ്ടോ? നമ്മളൊരു പ്രേതബാധയാണെന്ന് ഈ വ്യക്തിയോട് പറഞ്ഞ് ഈ വ്യക്തിനെ വിശ്വസിപ്പിക്കാത്ത രീതിയിൽ മാനിപ്പുലേഷൻ ചെയ്ത് നിർത്തും. പതുക്കെ ഈ കൊടുത്ത കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ഈ വ്യക്തി വിചാരിക്കാം എനിക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പ്രൊമോഷൻ കിട്ടും. അപ്പോൾ
പ്രാർത്ഥിച്ചപ്പോൾ കാര്യം നടന്നു. അപ്പോൾ ആ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വിശ്വസിച്ചു. ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരിക്കലും ദൈവം വന്നിറങ്ങി കാര്യം ചെയ്യില്ല. കഴിവുള്ളവൻ ആരാണോ അവന് പ്രൊമോഷൻ കിട്ടും. പക്ഷേ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവന് വേണ്ടിയിട്ട് ഫേവർ ചെയ്യും, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ തകർക്കും, എന്നിട്ട് ഇവനെ ആ പോയിന്റിലോട്ട് കൊണ്ട് എത്തിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ മെൻ്റലി ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. പതുക്കെ ഇവനോട് രാത്രി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയും. ചിലപ്പോൾ എവിടെയും പോയിട്ട് ഒരു പൂ പറിച്ചുകൊണ്ട് വരാൻ പറയും, അവിടെ പോയി ഇരിക്കാമെന്ന് പറയും, വർത്താനം പറയും. മെൻ്റലി ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് അവസാനം സൂയിസൈഡിലോട്ട് കൺവേർട്ട് ചെയ്യും. പൊസഷൻ അടിക്കുകയോ ബാധാദോഷം വന്നുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ഈ പറയുന്നത് പോലെ മാനസികമായ പ്രശ്നത്തിലോട്ട് കൺവേർട്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ സൂയിസൈഡിലോട്ട് പോവുകയോ ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു എക്സ്ട്രീം വെർഷൻ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇരുമ്പിൻ്റെ കാര്യം ചോദിച്ചില്ല എൻ്റെ അടുത്ത്. അതായത് ഇപ്പോൾ മോളുടെ ഗ്രീഷ്മയുടെ അച്ഛൻ പറയാണ്, ഇരുമ്പ് കയ്യിൽ വെച്ച് കാട്ടിലോട്ട് കയറി പോയിക്കോളൂ, ഒന്നും ചെയ്യില്ല എന്ന് പറയാം. തിരിച്ച് ഒരു പള്ളിയിൽ അച്ഛൻ വന്നിട്ട് പറയാം, അതല്ലെങ്കിൽ ഒരു അങ്ങനെ നിൽക്കുന്ന ഒരാൾ എന്നിട്ട് പറയാം, അതേ ഇരുമ്പ് വയ്ക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ ഇരുമ്പിനേക്കാളും പവർഫുൾ ചെമ്പ് കയ്യിൽ വയ്ക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കില്ലേ? ആ കോൺഫിഡൻസ്, എന്നെ ഒന്നും ബാധിക്കില്ല, എന്നെ ഒന്നും ഏക്കില്ല, എൻ്റെ മാനസികാവസ്ഥ ഒന്നും കൺട്രോൾ ചെയ്യില്ല എന്ന് പറയുന്ന കോൺഫിഡൻസാണ് ആക്ച്വലി അവിടെ തരുന്നത്. അതല്ല പ്രേതത്തിന് എന്ത് ഇരുമ്പ്, പ്രേതത്തിന് എന്ത് ചെമ്പ്, അതൊരു വലിയൊരു എനർജി ഫോമാണ്. അത് അറ്റാക്ക് ചെയ്യണമെങ്കിലോ നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കും. പക്ഷേ എത്ര വലിയ എനർജി ഫോം ആണെങ്കിലും നമ്മുടെ ശരീരത്തിലൊരു സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതാണ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾക്ക് മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? നെഗറ്റീവ് എനർജിയുടെ അറ്റാക്ക്, ഈ പറയുന്ന സോൾ ഇഷ്യൂസ്, ബ്ലാക്ക് മാജിക് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബാധിക്കുള്ളൂ. അപ്പോൾ ചോദിക്കും അതെങ്ങനെയാണെന്ന് ചോദിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥയിൽ മാറ്റം വരുത്താതെ നമ്മുടെ ശരീരത്തിൽ മാറ്റം വരില്ല.